നമസ്കാരം. ഞാനിത് പറയണോ വേണ്ടയോ എന്ന് പലവട്ടം ആലോചിച്ചു. പിന്നെ തോന്നി കേരളത്തിലെ നമ്മുടെ ഇവിടുത്തെ സാമൂഹ്യ രാഷ്ട്രീയ വിഷയങ്ങളെല്ലാത്തിലും തന്നെ ഞാൻ നല്ലപോലെ നിരീക്ഷിക്കുകയും എൻ്റേതായ കൊച്ചു കൊച്ചു അഭിപ്രായങ്ങൾ പറഞ്ഞു വെക്കുകയും അതിനുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കുകയും ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കേരളത്തിൽ ജീവിക്കുന്ന ഒരാൾ എന്ന നിലയിൽ ഇത് പറയേണ്ടത് എൻ്റെ സാമൂഹിക ബാധ്യതയും ദൗത്യവുമായി കരുതിക്കൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. നമുക്കറിയാം, നേരെ ഈ കഴിഞ്ഞ ടൈമുകളിലൊക്കെ കേരളം വിട്ടിട്ടുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേക്കും ടൂറിസ്റ്റ് ബസ് വരിക. എന്തിനാ? ജയിച്ച ജനപ്രതിനിധികളെ ചാക്കിക്കെട്ടി റിസോർട്ടുകളിലേക്ക് കൊണ്ടുപോകാനാണ്. അല്ലെങ്കിൽ എന്നാണെന്നറിയാവോ, അവർ പ്രലോഭനത്തിൽ വീഴുമെന്ന്. അങ്ങനെ ചാക്കി കെട്ടിക്കൊണ്ടുപോയി സുരക്ഷിതമാക്കി വെച്ചിട്ട് ഒരു തരത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തെടുപ്പിക്കുന്ന രംഗങ്ങൾ കണ്ട് നമ്മൾ മലയാളികൾ ചിരിച്ചിട്ടുണ്ട്, ഇല്ലേ? നമ്മൾ ചിരിച്ചിട്ടുണ്ട്. ഇന്നലെ തൃശ്ശൂർ നടന്നതെന്താ? കാരണം ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയൊരു പുഴുക്കുത്തല, ക്യാൻസർ, കുഷ്ഠം എന്നൊക്കെ പറയാവുന്ന വിധത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധികളെ ചാക്ക് കണക്കിന് പൈസ കൊടുത്തിട്ട് വിലയ്ക്ക് മേടിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു സംഭവത്തെ നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത് എന്താണെന്നറിയോ? എന്തോ വലിയ കാര്യം ചെയ്യുന്ന കണക്ക് ഓപ്പറേഷൻ താമരാന്ന്. ആലോചിച്ച് നോക്കണം. അതിനെ ഭത്സിച്ചുകൊണ്ട് രാപകല ചർച്ച നടത്തേണ്ട മാധ്യമങ്ങൾ അന്ന് അതിനെക്കുറിച്ച് വിശേഷിപ്പിച്ചുകൊണ്ടിരുന്ന വാക്കുകളാണ് ഓപ്പറേഷൻ താമര. ആ ഒരു താമരയല്ലേ ഇന്നലെ തൃശ്ശൂർ കണ്ടത്? ഒന്ന് ആലോചിച്ച് നോക്കി. ഇതിപ്പരം അധപ്പതിക്കാൻ ഇത് സത്യത്തിലൊരു ടെസ്റ്റ് ഡോസാണ്. വരുന്ന ഇലക്ഷനിലേക്ക് വേണ്ടിയിട്ട് BJP നടത്തിയിരിക്കുന്ന ടെസ്റ്റ് ഡോസാണ് തൃശ്ശൂർ നടന്നിരിക്കുന്നത്. എന്ത് വിശ്വസിച്ചിട്ടാണ് ജനം ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത്? ഇവിടെ ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഞാൻ പറയാം. ഇന്ന് കേരളമായിരിക്കുന്നത്, ഇപ്പം ഞാനിവിടെ ഇരുന്ന് ഞാനിത് ഈ വീട്ടിലിരുന്നുകൊണ്ട് ഞാനിത് സംസാരിക്കുന്നത് പോലും കേരളത്തിൻ്റെ സാമൂഹ്യ പരിസരം നമുക്ക് നൽകുന്ന സുരക്ഷയുടെ പേരിലാണ്. അതിന് ഒരേ ഒരു കാരണമുള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ, കഴിഞ്ഞ ക്രിസ്മസിന് ഓടി നടന്ന് വടക്കേന്ത്യയിൽ മുഴുവൻ ക്രിസ്മസ് ആഘോഷിക്കുന്നത് കണ്ടില്ലേ? ആഘോഷിച്ചവരാരാന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ആഘോഷിക്കുന്നത് കണ്ടില്ലേ? എന്തേ? അവിടെ എന്താ കോൺഗ്രസ് ഇല്ലായിരുന്നു? അവിടെ എന്താ അതാത് പ്രാദേശിക രാഷ്ട്രീയ കക്ഷികളില്ലായിരുന്നു? എന്തേ ഇവർ ഓടി നടന്ന് ആഘോഷിച്ചത്? അവിടെ ഒരു കാര്യത്തിൻ്റെ കുറവുണ്ടായിരുന്നു. അവിടെ ഇടത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ കുറവുണ്ടായിരുന്നു. അതാണ് അവർ ഓടി നടന്ന് ആഘോഷിച്ചത്. നിങ്ങൾ ഇവിടെ മാധ്യമങ്ങളും സകല കേന്ദ്ര ഗവൺമെൻറ് സംവിധാനങ്ങളും ഉപയോഗിച്ച് ഇവിടെ മതവർഗീയത കുത്തിവെച്ചിട്ട് മതന്യൂനപക്ഷങ്ങളെ പലതരത്തിലായിട്ട് ചാക്കിലെടുത്തിട്ട് നടത്തിയിട്ട് നിങ്ങൾ സംയുക്തമായിട്ട് വേട്ടയാടുമ്പോൾ, ഇടതുപക്ഷത്തെ വേട്ടയാടുമ്പോൾ നിങ്ങൾ സ്വന്തം ഇരിക്കുന്ന കമ്പ് മുറിക്കുകയും അതുപോലെ തന്നെ നിങ്ങൾ സുരക്ഷിതമായിരിക്കുന്ന കോട്ടയ്ക്ക് നിങ്ങൾ തന്നെ വിള്ളലുണ്ടാക്കുകയാണ് ചെയ്യുന്നതെന്നുള്ളത് ഒരു സംശയം വിചാരിക്കണ്ട കേട്ടോ. യാതൊരു സംശയം നിങ്ങൾ വിചാരിക്കണം. ഇന്നിപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഇവിടുത്തെ മതന്യൂനപക്ഷ രാഷ്ട്രീയക്കാരൻ കവലയിൽ നിന്ന് ഘോരഘോരം പ്രസംഗിക്കുന്ന വീഡിയോ ഒക്കെ കണ്ടു. നമ്മൾ കാണാറുണ്ടല്ലോ എപ്പോഴും. മിണ്ടില്ല, വാ തുറക്കൂല. കാരണം അതിൻ്റെയൊക്കെ ചെറിയ സാമ്പിളാണ് നിങ്ങൾ ഈ വടക്ക് കാണുന്നത്. ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അവർക്ക് സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം നിഷ്പ്രഭമാക്കി കളയേണ്ടത് ഇവിടുത്തെ ഇടതിൻ്റെ ഈ ശക്തി കോട്ടയാണ്. കാരണം അതിൻ്റെ സുരക്ഷയിലും തണലിലുമാണ് ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങൾ നിൽക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതിന് തകർച്ച വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നറിയാവോ? ഇതുപോലെ റോഡ് നീളം ഓടേണ്ട വരും. പിന്നെ അന്നും നിങ്ങൾക്ക് തെറ്റായ തെരഞ്ഞെടുപ്പിലൂടെ നിങ്ങൾ ഇവിടുത്തെ ഇടതുപക്ഷത്തെ നശിപ്പിച്ചില്ലാതാക്കി കഴിഞ്ഞാൽ അന്ന് നട പറഞ്ഞ് ഓടുമ്പോൾ വഴിയരികിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ വീട് കണ്ടാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കയറിച്ചല്ല. എന്താണെങ്കിലും ഒരുപക്ഷെ അവിടെ ഒരു വൃദ്ധനായിരിക്കാം, പക്ഷേ അയാൾ ആ ചലമ്പിച്ച ഒച്ചയിൽ നിന്ന് മുട്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ചിട്ട് വട്ടം കയറി നിൽക്കും. വട്ടം കയറി നിന്ന് നിങ്ങളെ രക്ഷിക്കാനുള്ള ശ്രമമെങ്കിലും നടത്തുന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. അല്ലാതെ നിങ്ങളെ പെരക്കകത്താക്കിയിട്ട് പുറവശത്ത് പോയിട്ട് ആ ഗ്രില്ലിന് കുറ്റിയിട്ടിട്ട് ഇരുട്ടിൻ്റെ മറ പറ്റി പോയിട്ട് വന്നവന്മാരെ പുറകെ പോയി നിൽക്കുന്ന പരിപാടി അവർ കാണിക്കത്തില്ല. അക്കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്. മനസ്സിലായോ? ഞാൻ കാര്യം ഈ ഇടതിനെയും കാര്യമുള്ള കാര്യത്തിന് നിശിതമായി വിമർശിക്കുന്ന ഒരാളാണ്. എൻ്റെ ടൈം ലൈൻ പരിശോധിച്ചാൽ എനിക്കറിയാമല്ലോ, അതൊക്കെ ഞാൻ പറയും. പക്ഷേ ഈ ഒരു കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പുണ്ട്. ഇന്നലെ തന്നെ വളരെ പ്രശസ്തരായിട്ടുള്ള ചില സാമൂഹ്യ നിരീക്ഷകർ തന്നെ അഭിപ്രായപ്പെട്ടു കഴിഞ്ഞു. ഇവിടെ ഇടതെന്ന് പറയുന്ന ആ രാഷ്ട്രീയ സംവിധാനം തകർന്നു കഴിഞ്ഞാൽ ന്യൂനപക്ഷങ്ങളുടെ കാര്യം കട്ടപ്പുകയായിരിക്കും. മനസ്സിലായോ? നിങ്ങൾ ഈ പറയുന്ന മതമേലധ്യക്ഷന്മാരും രാഷ്ട്രീയക്കാരും പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ വശംവദരാകുമ്പോൾ നിങ്ങളുടെ തലമുറയ്ക്ക് കൂടി ഈ കേരളത്തിൽ നരകം സൃഷ്ടിക്കുകയായിരിക്കും ചെയ്യിക്കുന്നതിൽ എനിക്ക് യാതൊരു സംശയമില്ല കേട്ടോ. കാരണം ഈ കേരളത്തിലെ വികസന പ്രവർത്തനങ്ങളോ ഇത്തരം കാര്യങ്ങളൊന്നും ചർച്ചയ്ക്കെടുക്കാതെ, ഒന്നും മുഖവിലക്കെടുക്കാതെ പകല് ഈ ശബരിമല, സ്വർണം, മറ്റത് മറിച്ചതെന്നും പറഞ്ഞുള്ള ഈ അലക്ക് മുഴുവനിട്ട് അലക്കി നിങ്ങളുടെ ബ്രെയിനിനെ അതുപോലെ ഹൈജാക്ക് ചെയ്ത് നിൽക്കുന്നത് കൊണ്ടല്ലേ നിങ്ങൾ ഈ ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ടൈമിലുള്ള ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാതെ പോയത്, അല്ലേ? എനിക്ക് ഇന്നലെ വളരെ വിഷമം തോന്നി. ഞാൻ
നമ്മുടെ ഈ ചെല്ലാനം കടൽഭിത്തിയുടെ മേളിൽ 7.5 കിലോമീറ്ററും സൈക്കിൾ ചവിട്ടി വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. എൻ്റെ ചാനലിൽ കിടപ്പുണ്ടത് ചെല്ലാനം എന്ന് പറഞ്ഞിട്ട്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി അതിൻ്റെ മേളിൽ നിന്നപ്പോൾ. എന്തൊരു മനോഹരമായ നിർമ്മിതിയാണ്, എന്തൊരു പ്രിസിഷനിൽ എന്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആലോചിച്ച് നോക്കണം, ഒരു പഞ്ചായത്തിലെ 2 വാർഡ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 100-300 കോടി രൂപ ചിലവാക്കി. ഒരു രൂപ സർക്കാർ അതിനകത്ത് തിരിച്ച് റവന്യൂ ഉള്ള കാര്യമല്ലെന്ന് ആലോചിക്കണം. അല്ല എന്നാ സംഭവിക്കുന്നറിയോ, ഈ പാവയ്ക്ക ഷേപ്പുള്ള കേരളത്തിൻ്റെ അത്രയും പോർഷനിൽ ഈ പുഴു തിന്ന മാതിരി ഇരിക്കും. ചെല്ലാനുണ്ടാവില്ല, ഏതാനും 10-20 വർഷം കഴിയുമ്പോഴത്തേക്കും മാന്തി പോകും ഇങ്ങനെ മാതിരി. അത്രയും കാര്യം അവിടെ ചെയ്തിട്ട് അവിടെ ആ ജനത എന്താ കാണിച്ചത്? ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അവിടുത്തെ മത നേതൃത്വങ്ങളാണ് അതിൻ്റെ പിന്നിൽ ഈ ജനങ്ങളെ, പാവങ്ങളെ പറഞ്ഞു തിരിപ്പിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം, അതാണോ അല്ലയോ എന്ന് നിങ്ങൾ അന്വേഷിക്കുക. ഇവിടുത്തെ ഓരോ കാര്യങ്ങളും കൃത്യമായ സംഘപരിവാർ അജണ്ടയിൽ തന്നെയാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങളും പോയിക്കൊണ്ടിരുന്നത്. മീഡിയ വാർത്തകൾ ഉൾപ്പെടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള സാമൂഹികമായ വിഷയങ്ങൾ ഉൾപ്പെടെ അവർ സൃഷ്ടിക്കുന്ന പല ഗിമ്മിക്കുകൾ എല്ലാം പോകുന്ന അതിലേക്കാണ്. ഒന്നാമത്തെ ഒരു മതവിശ്വാസി എന്ന് പറഞ്ഞാൽ തന്നെ ബേസിക്കലി ഈ കണ്ണാടിയിൽ മഞ്ഞ് പിടിച്ച് കോട പിടിച്ചിരിക്കുന്നതിന് തുല്യം. പകുതി അവന് കണ്ടാൽ മനസ്സിലാവത്തില്ല. അതൊരു മതവർഗീയവാദിയും കൂടെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കംപ്ലീറ്റ് ബ്ലൈൻഡ്നെസ്സാണ്. ഒരിക്കലും പിന്നെ കാഴ്ച തിരിച്ച് കിട്ടാനും സാധ്യതയില്ല. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ കേരളത്തിനൊരു സാമൂഹിക അന്തരീക്ഷമുണ്ട്. ഇപ്പം ഞാൻ ഇവിടെ ഇരുന്ന് അഭിപ്രായം പറയുന്നത് പോലെ തന്നെ അതിന് ഉള്ള സ്വാതന്ത്ര്യവും ഒക്കെ ഉള്ള ഒരു എൻവയറമെൻറ്റ് നമ്മുടെ ഇവിടെ ഉണ്ട്. അത് പോലും ഇല്ലാതാവും, ഉറപ്പല്ലേ? ആർക്ക് പോവും? വരുന്ന നിങ്ങളുടെ മക്കൾ, എൻ്റെയും മക്കൾ ഉൾപ്പെടെയുള്ള പുതുതലമുറയ്ക്ക്, നമുക്ക് അടുത്ത ജനറേഷൻ എല്ലാവരും നമുക്ക് നമ്മുടെ മക്കളെല്ലായിട്ടല്ലേ കാണാൻ പറ്റുള്ളൂ. അവർക്ക് നിങ്ങൾ നരകം സൃഷ്ടിക്കുകയായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലൊരു സംശയം വേണ്ട കേട്ടോ. അതുകൊണ്ട് ഒരു തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ജീവനും ജീവിതത്തെയും എല്ലാത്തിനെയും സ്വാധീനിക്കുന്ന ഒരു വിഷയമാണ്. അത് കേവല വൈകാരികതകൾക്ക് വിട്ടുകൊടുത്ത് അസംബന്ധമായ പ്രചാരണങ്ങളിൽ വീണിട്ട് നിങ്ങൾ തെറ്റായ തീരുമാനമെടുത്താൽ ഇത് ഇതുപോലെ ഇരിക്കും. അപ്പോൾ അതിനകത്ത് ഒരു കോൺഗ്രസ്സുകാരൻ ഇന്നലെ പറയുകയാണ്, ഇതൊരു വലിയ ആലാണ്, കണ്ടമാന ഇലയുണ്ട്, അതിൻ്റെ അകത്ത് ഇലകളൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞു പോകും അതാണെന്ന്. ഇത് കൊട്ടക്കണക്കിന് ചാണകം കൊണ്ടുവന്ന് ആലിൻ്റെ ചോട് മാന്തി ഇട്ട് കഴിഞ്ഞപ്പം ഇല മൊത്തം പഴുത്ത് വീഴുന്ന കാഴ്ചയാണല്ലോ നമ്മളിപ്പോൾ ഈ കാണുന്നത്. എണ്ണം ഇപ്പോൾ നെറ്റ് തപ്പിയാൽ കിട്ടുമല്ലോ, 150-200 MLA പാർലമെൻറ്റ് ഇത്രയും പേരൊക്കെ പോകും. അത് മുഴുവൻ ആലിൻ്റെ ഇല പൊഴിയുന്നതാണ്. അപ്പോൾ ആലിൻ്റെ കോലം എങ്ങനെയായിരിക്കും? അത്രയും വലിയ ആലായതുകൊണ്ട് ഇല പൊഴിയുന്നതെന്ന് ഒരുത്തം പറഞ്ഞ ന്യായമാണ്. മിനിമം ഒരു 10 വർഷത്തേക്കുള്ള പദ്ധതി ഇട്ടിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത്. അതിൻ്റെ അകത്ത് ഗ്രാജുവലി ഒരു സർപ്പത്തെ പോലെ ഇഴഞ്ഞ് കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും കയറിയ രംഗമാണ് കാണുന്നത്. ഇത്തവണത്തെ ഇവിടുത്തെ നമ്മുടെ തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്ന ഒരേ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്തിട്ടുള്ളത് മതമാണ്, മതന്യൂനപക്ഷങ്ങളാണ്, ഒപ്പം തന്നെ ഭൂരിപക്ഷ വർഗീയതയാണ്. അതിനെല്ലാം ഉള്ള കൃത്യമായ എലമെൻറ്റ്സ് ഇവിടെ കൊടുക്കുന്നുണ്ടല്ലോ ഓരോരോ ഇഷ്യൂകളിലൂടെ. അതിനെ എത്രമാത്രം ബൂസ്റ്റപ്പ് ചെയ്യാമോ അതനുസരിച്ചിട്ടുള്ള ചാനൽ മാധ്യമ വാർത്തകളും പോകുന്നുണ്ട്. ഒരു വിശകലന ബോധത്തോടു കൂടി ആളുകൾക്ക് നോക്കിക്കാണാൻ കഴിയുന്നില്ല. അഭ്യസ്തവിദ്യര് പ്രബുദ്ധര് കോപ്പാണ്, ഒന്നുമില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ്. എന്താണെങ്കിലും ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ആലോചിച്ചാൽ എനിക്കും കൊള്ളാം, നിങ്ങൾക്കും കൊള്ളാം, നമ്മുടെ മക്കൾക്കും കൊള്ളാം. അത്രയേ ഉള്ളൂ.